നമസ്കാരം. നമ്മളെല്ലാവരും ഒരു വീഡിയോ കിട്ടുമ്പോഴേ അതിൻ്റെ പേയ്മെൻറ്റ് ഷെഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാനാണ് ഈ വീഡിയോ വരുന്നത്. അത് പേയ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു 30 ലക്ഷമോ 50 ലക്ഷമോ 25 ലക്ഷമോ ഇപ്പോൾ എത്ര രൂപയാണ് ഒരു വീഡിയോ കിട്ടുമ്പോൾ ആ പൈസ മുഴുവൻ നമ്മളൊരു ബാങ്കിൽ ഇട്ടിട്ടല്ല കിട്ടുക. സാധാരണ രീതിയിൽ മെജോറിറ്റി ആളുകൾ നമ്മുടെ കയ്യിൽ ഒരു 10-20% കോൺട്രിബ്യൂഷൻ, അതിൻ്റെ 10% ചിലപ്പോൾ ഉണ്ടാവും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി 10% കിട്ടുക. ബാക്കിയുള്ള ഒരു 80% ചിലപ്പോൾ ബാങ്ക് ലോൺ ആയിരിക്കാം. അത് ബാങ്കിൽ നിന്ന് തരിക സ്റ്റേജ് വൈസ് ആയിരിക്കും തരിക, അല്ലാണ്ട് ഒരുമിച്ചല്ലാണ്ട് തരിക. അപ്പോൾ ഇതെല്ലാം കൂടി സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം നമ്മുടെ 20% കോൺട്രിബ്യൂഷൻ കൊണ്ടുവരും. ഇപ്പോൾ 10% കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഇതിനിടെ 10% കൊണ്ടുവരും. എത്രയോ വാട്ട്സേവർ നമ്മുടെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുവരും. എന്നതിന് ശേഷം ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഫൗണ്ടേഷൻ കിട്ടണം. കെട്ടിക്കഴിഞ്ഞ് ലെറ്റർ കൊടുക്കുമ്പോൾ ഇന്ന ദിവസം ലെറ്റർ കൊടുക്കാൻ സാധ്യതയുണ്ട്, ഇന്ന ദിവസം ബാങ്കിൽ നിന്ന് പൈസ ഫസ്റ്റ് സ്റ്റേജ് വരാൻ സാധ്യതയുണ്ട്. അത് സുമാർ ഇത്ര രൂപയായിരിക്കും ഉണ്ടാവുക. അത് എസ്റ്റിമേറ്റിനനുസരിച്ച് അടുത്ത സെക്കൻഡ് സ്റ്റേജ് ഇന്ന സ്റ്റേജിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഇത്ര ഡേറ്റിനാണ് വരാൻ സാധ്യത. അത് ബാങ്കിൽ നിന്ന് വാങ്ങിക്കുക. അടുത്ത തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത്ത് സ്റ്റേജ്, അങ്ങനെ എത്രയാണോ നമ്മൾ സ്റ്റേജ് എസ്റ്റിമേറ്റിൽ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ഇന്ന സ്റ്റേജിൽ പൈസ വരുമെന്നുള്ള ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആ ഷെഡ്യൂൾ നമ്മൾ നേരത്തെ വീട് കെട്ടാൻ പോകുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വയ്ക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഓഫ് പേയ്മെൻറ്റ് റിക്വയർഡ് കിട്ടും. ബിക്കോസ് നമ്മൾ നേരത്തെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ആദ്യം ബഡ്ജറ്റ് ചെയ്തു. ബഡ്ജറ്റിനനുസരിച്ച് എലിജിബിലിറ്റി ഉണ്ട്, അതിനനുസരിച്ച് എസ്റ്റിമേറ്റ് എല്ലാം ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഷെഡ്യൂളും കൂടി വരുമ്പോൾ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അതായത് ഒരു സമാധാന കുറവ് കൺസ്ട്രക്ഷൻ്റെ ഇടയിൽ വരില്ല. അതിനാണ് ഈ പേയ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് എഴുതി വെച്ച് ഡോക്യുമെൻ്റ് ചെയ്ത് പേപ്പറാക്കി നമ്മുടെ വീട്ടിലെ ആ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും അത് ഷെയർ ചെയ്യുമ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, സിസ്റ്റമാറ്റിക്കായിരിക്കും. ഹോപ്പ് യു അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഐദർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറൗണ്ട് 10% സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം. സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇന്നോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്.